ക്രിസ്റ്റഫർ നോളൻ, ടോം ഹോളണ്ട്, മാറ്റ് ഡാമൻ ലോക പ്രശസ്ത സംവിധായകനും ഹോളിവുഡിലെ സൂപ്പർ താരങ്ങളും നമ്മുടെ നാട്ടിലെത്തിയാൽ എങ്ങനെയിരിക്കും? നമ്മുടെ നാട്ടിൽ വന്നവർ ചായ കുടിച്ച് പോയിരിക്കുകയാണ്. ഇന്നലെ മുംബൈയിലെ ഒളിമ്പിയ കോഫി ഹൗസിലാണ് ഈ മൂവർ സംഘം ചായയും ബൺമസ്കയും കഴിക്കാനെത്തിയത്. ചായയും മധുര പലഹാരങ്ങളും ആവോളം കഴിച്ചെങ്കിലും സ്പൈഡർമാനെയും വിഖ്യാത സംവിധായകനെയും ഒന്നും ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് കാര്യം. അഭിരാമി മോഹൻ ചേരുന്നുണ്ട് തത്സമയം. ക്രിസ്റ്റഫർ നോളനെ ഒന്നും കണ്ടിട്ട് പെട്ടെന്ന് ആയിരിക്കും എന്നുള്ളത് മാത്രമേ കാര്യമുള്ളൂ. കാരണം ക്രിസ്റ്റഫർ നോളനെയോ അല്ലെങ്കിൽ ടോം ഹോളണ്ടിനെയോ ഒന്നും ഈ നാട്ടിൽ ആർക്കും അറിയാത്തതല്ല. സ്പൈഡർമാന്റെ വലിയ ആരാധകന്മാരും ആരാധകന്മാരും ഒക്കെ ഒരുപാടുണ്ട് ഈ ഇന്ത്യക്ക്. അത് മാത്രമല്ല, ക്രിസ്റ്റഫർ നോളന്റെ ഒക്കെ സിനിമ കണ്ടിട്ട് അങ്ങേയറ്റം ആരാധകരായ, ഇതൊക്കെ എന്തൊരു സിനിമയാണെന്ന് കരുതി അത്ഭുതപ്പെട്ട ഇന്റർസ്റ്റെല്ലാറും അതുപോലെ തന്നെ ഓപ്പൺഹൈമറും ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ടിരുന്ന മനുഷ്യരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇന്ത്യയിൽ വരുമെന്നും ഒട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് ഒരു അത്ഭുതത്തിൽ ഇത് അവർ തന്നെയാണോ എന്ന് സംശയിച്ചിരുന്നു പോകാൻ സാധ്യതയുള്ളൂ. ഇതെന്താണ് ഇവരുടെ ഇന്ത്യയിലേക്കുള്ള വരവിന്റെ ഒരു ഉദ്ദേശം? ഹിമ, അത് തന്നെയാണ്. പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ക്രിസ്റ്റഫർ നോളനൊക്കെ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ആരായാലും ഒന്ന് അമ്പരന്ന് പോകും. ഇത് ശരിക്കും ക്രിസ്റ്റഫർ നോളൻ തന്നെയാണോ, അതോ ഇനി ആരെങ്കിലും ഈ ഡ്യൂപ്പൊക്കെ ഉള്ള കാലമല്ലേ, ഡ്യൂപ്പ് വല്ല ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ശരിക്കും ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആദ്യം നമ്മൾ തന്നെ ഒന്ന് ഇത് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു നിലയിലേക്കാണ്. ശരിക്കും ക്രിസ്റ്റഫർ നോളൻ്റെ പുതിയ ചിത്രമായ ദി ഒഡീസിയുടെ മുംബൈയിലെ പ്രീമിയർ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്റ്റഫർ നോളനും ടോം ഹോളണ്ടും മാറ്റ് ഡാമനും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിയത്. അവർ ഇന്ത്യയിലേക്ക് എത്തിയ ശേഷം ഈ ഒരു പ്രശസ്തമായ 108 വർഷം പാരമ്പര്യമുള്ള ഒരു കോഫി ഹൗസാണ് ഒളിമ്പിയ എന്ന് പറയുന്നത്. ഫേമസ് ആണ്. ആ കോഫി ഹൗസിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് ചില നിമിഷങ്ങൾ ശരിക്കും അവർക്ക് ചായ കുടിക്കുക എന്നതായിരിക്കും അവരുടെയൊക്കെ ലക്ഷ്യം. പക്ഷേ നമുക്ക് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു ആകാംക്ഷ ഉണർത്തുന്ന ചില നിമിഷങ്ങളാണ് അവിടെ ഉണ്ടായത്. ഈ കോഫി ഹൗസിൽ ഒരു 2 മണിയോടെ തന്നെ പരിശോധനയും അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നതൊക്കെ ഇതിൻ്റെ മാനേജർ അതിൻ്റെ ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു. പക്ഷേ അവിടുത്തെ സാധാരണ സ്റ്റാഫുകൾക്കൊന്നും ഇത്തരത്തിലൊരു വിവരം ഉണ്ടായിരുന്നില്ല. അവരാണ് ശരിക്കും ഈ ക്രിസ്റ്റഫർ നോളനെ, ഈ നടന്മാരെയൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയത്. അവർക്കാണ് ആദ്യം ഈ ക്രിസ്റ്റഫർ നോളനെയും നടന്മാരെയും ഒക്കെ ഇതാരും എവിടെയോ കണ്ട് പരിചയമുള്ള ആൾക്കാരെന്ന് അവർക്ക് ആദ്യം തോന്നി. പിന്നെ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ക്രിസ്റ്റഫർ നോളനാണ്, അതുപോലെ തന്നെ ടോം ഹോളണ്ടാണ്, മാറ്റ് ഡാമൻ ആണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നത്. ഹിമ, തീർച്ചയായും അഭിരാമി പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഈ ഒരു ദൃശ്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ചിത്രങ്ങൾ കാണുമ്പോൾ അത് AI ആണോ എന്നുള്ള സംശയം തന്നെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. കാരണം ക്രിസ്റ്റഫർ നോളനെ ഒന്നും ഇത്ര വലിയൊരു വിഖ്യാത സംവിധായകനൊന്നും ഇന്ത്യയിൽ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു കോഫി ഷോപ്പിനുള്ളിൽ. എന്തായാലും അത് അവർ തന്നെയാണ്, ആ ചിത്രം AI അല്ല. എന്തായാലും അത് കണ്ട് ഒരുപാട് പേർ അത്ഭുതപ്പെടുന്നുണ്ട്. എന്താണ് ഇന്ത്യയിലേക്ക് വരവിന്റെ ഉദ്ദേശം എന്നുള്ളത്. അത് പുതിയ സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വരവ്.